കൂട്ടുകാരെ, അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാം റെഡി ആയിട്ട് വന്നിരിക്കുകയാണല്ലോ അല്ലേ? 17ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ കുറേ നാളായിട്ട് പഠിക്കുന്ന രണ്ട് വ്യക്തികളാണ് ദാവീദും ശലോമോനും അല്ലേ? ഈ 17ാമത്തെ അധ്യായത്തിലും നമ്മൾ പഠിക്കാൻ പോകുന്നത് ശലോമോനെ കുറിച്ച് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ചതിൻ്റെ തുടർച്ച എന്നോണമാണ് ഈ ഒരു പാഠവും നമ്മൾ പഠിക്കുന്നത്. സാധാരണഗതിയിൽ നിങ്ങളൊക്കെ രാത്രിയിലും അല്ലെങ്കിൽ പകലൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു വാചകമുണ്ട് അല്ലേ? കർത്താവെ, ഞങ്ങൾക്ക് ബുദ്ധി നൽകണമേ, പഠിക്കാൻ ആവശ്യമായ ജ്ഞാനം നൽകണമേ എന്നല്ലേ? നിങ്ങളൊക്കെ വിദ്യാർത്ഥികളായിരിക്കുന്നത് കൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥിരം പ്രാർത്ഥനയാണ്. കാരണം ദൈവത്തിലാണ് സകല ജ്ഞാനവും അടങ്ങിയിരിക്കുന്നത്. ദൈവം സർവജ്ഞാനിയാണ്. ആ ദൈവമാണ് നമുക്ക് ജ്ഞാനം നൽകുന്നത്. ജ്ഞാനമില്ലാത്തവൻ എന്നോട് ചോദിക്കട്ടെ എന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ജ്ഞാനം തന്നെ ദൈവമാണ്. നമുക്കൊക്കെ ഇഷ്ടമാണ് അല്ലേ? ജ്ഞാനമുള്ള, വളരെ അറിവുകളുള്ള ആളുകളെ. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാമോ? അങ്ങനെ ഇന്ത്യയിൽ പ്രശസ്തനായ ഒരു മനുഷ്യനായിരുന്നു നമ്മുടെ ഫോർമർ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം അല്ലേ? മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന APJ അബ്ദുൽ കലാം വളരെ ജ്ഞാനമുള്ള മനുഷ്യനായിരുന്നു. അതുപോലെ ഒരു മനുഷ്യനായിരുന്നു ഐസക് ന്യൂട്ടൻ. നമ്മൾ ഐസക് ന്യൂട്ടന്റെ ലോസ് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ സ്കൂളുകളിൽ? ഓക്കെ, അപ്പോൾ അവരൊക്കെ ഭയങ്കര ബുദ്ധിയുള്ളവരായിരുന്നു. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ബുദ്ധിയും ജ്ഞാനവും കിട്ടിയ ആരെങ്കിലും നിങ്ങൾക്കറിയാമോ? അങ്ങനെ ഒരു മനുഷ്യൻ ഇന്ത്യയിൽ വന്നു. വില്യം കേറി എന്നായിരുന്നു അയാളുടെ പേര്. കേട്ടിട്ടുണ്ടോ വില്യം കേറിയെ പറ്റി? സ്വന്തം നാട്ടില് ചെരുപ്പ് കുത്തിയായിരുന്ന മനുഷ്യൻ തന്റെ ജീവിതം ദൈവത്തിലേക്ക് എറിഞ്ഞു കൊടുത്തു. അപ്പോൾ ദൈവം അവനെ ഉപയോഗിച്ചു. അവൻ മിഷണറിയായിട്ട് ഇന്ത്യയിൽ വന്നു. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കണം വില്യം കേറിയുടെ സംഭാവനകൾ ഇന്ത്യക്ക് എന്തൊക്കെയാണ്. ചിലത് പറയാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓർക്കിഡ് എന്ന് പറഞ്ഞ ചെടി കൊണ്ടുവന്നത്, ആസ്ട്രോളജിയെ പറ്റി പഠിച്ചത്, ഒത്തിരി വ്യാകരണ പുസ്തകങ്ങൾ കൊണ്ടുവന്നത്, ഹിന്ദി എന്ന ഭാഷയെ ഇങ്ങനൊരു ഭാഷയിലേക്ക് ആക്കിക്കൊണ്ടുവരാനൊക്കെ ചെയ്തത് വില്യം കേറിയുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. അപ്പൊ നമുക്കറിയാം എന്തുകൊണ്ടാണ് വില്യം കേറി ദൈവം ഇത്രത്തോളം ജ്ഞാനം കൊടുത്തത്. കാരണം അവന്റെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമായിരുന്നു. അതുപോലെ ദൈവത്തിൽ ഏകാഗ്രമായിരുന്ന ഒരു മനുഷ്യനെ ദൈവം ജ്ഞാനത്താൽ നിർത്തി. നമുക്കറിയാം ശലോമോൻ അല്ലെ? ശലോമോനാണ് ഇതുവരെയും ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ. ദൈവം അവന് കൊടുത്ത വാഗ്ദത്തമായിരുന്നു അത്. നിനക്ക് മുമ്പും നിനക്ക് ശേഷവും ഇത്ര ജ്ഞാനിയായ മനുഷ്യൻ ഉണ്ടാകുകയില്ല എന്ന്. അപ്പോൾ ദൈവത്തിൽ നിന്നാണ് അവൻ ആ അനുഗ്രഹം വാങ്ങിച്ചത് അല്ലേ? അവൻ സ്വപ്നം കണ്ടപ്പോൾ, നമ്മളിത് പഠിച്ചതാണ് ആ പാഠം. സ്വപ്നം കണ്ടപ്പോൾ സ്വപ്നത്തിൽ ദൈവം അവനോട് ചോദിക്കുന്നത് നിനക്ക് എന്ത് വേണമെന്ന്. അവൻ സമ്പത്തോ ശത്രുക്കളിൽ നിന്നുള്ള വിടുതലോ ഒന്നും ചോദിക്കാതെ എന്ത് ചോദിച്ചു? ജ്ഞാനം ചോദിച്ചു. ദൈവം അത് അവന് വളരെയധികം കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് ശലോമോന്റെ ജ്ഞാനം എന്നാണ് നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ്. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് ശലോമോന്റെ ജ്ഞാനത്തിന്റെ സവിശേഷതകളാണ്. എന്തൊക്കെയാണ് ശലോമോന് ദൈവം കൊടുത്ത ജ്ഞാനത്തിന്റെ സവിശേഷതകൾ? ഏകദേശം ഒരു 10 ജ്ഞാനത്തിന്റെ സവിശേഷതകളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ ജ്ഞാനം കിഴക്കുള്ള സകല മനുഷ്യരുടെയും ജ്ഞാനത്തെക്കാളും ശ്രേഷ്ഠമായിരുന്നു. അതായത് കിഴക്ക് ദേശത്ത് വളരെയധികം ജ്ഞാനികൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നിരിക്കാം. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് അദ്ദേഹത്തിന്റെ ജ്ഞാനം കിഴക്കുള്ള ജനങ്ങളെക്കാൾ അല്ലെങ്കിൽ സകല മനുഷ്യരെക്കാളും ശലോമോന്റെ ജ്ഞാനം വലുതായിരുന്നു. രണ്ടാമത്, മിസ്രൈമിലെ മന്ത്രവാദികളും വിദ്വാൻമാരിലും ജ്ഞാനികളിലും ശലോമോന്റെ ജ്ഞാനം ഉന്നതമായിരുന്നു. മിസ്രൈമിലെ മന്ത്രവാദികളും വിദ്വാൻമാരും ജ്ഞാനികളും ഭയങ്കര ജ്ഞാനമുള്ളവരായിരുന്നു അല്ലേ? നമുക്ക് എവിടെ ഇത് മനസ്സിലാക്കാൻ പറ്റും? നമ്മുടെ മോശ 10 ബാധകളെ അയക്കുന്ന സമയത്ത് ആദ്യത്തെ ബാധകൾ ചെയ്യുവാൻ പ്രാപ്തരായിരുന്നു ആര്? ഫറവോന്റെ സന്നിധിയിൽ നിന്ന് മന്ത്രവാദികളും അതുപോലെ തന്നെ അവിടുത്തെ വിദ്വാൻമാരും. അപ്പോൾ മിസ്രൈമിലെ മന്ത്രവാദികളെയും വിദ്വാൻമാരെക്കാട്ടിലൊക്കെ ജ്ഞാനമുള്ളവനായിരുന്നു ആര്? ദൈവം ജ്ഞാനം കൊടുത്ത ശലോമോൻ. മൂന്നാമതായിട്ട്, എസ്രാഹ്യനായ ഏതാൻ, മാഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദർദ എന്നിവർ ആ കാലത്തെ വലിയ ജ്ഞാനികളായിരുന്നു. ആരൊക്കെയായിരുന്നു? എസ്രാഹ്യനായ ഏതാൻ, മാഹോലിന്റെ പുത്രന്മാരായ കൽക്കോല്, ഹേമാന്, ദർദ എന്നിവർ ആ കാലത്തെ വലിയ വിദ്വാൻമാരായിരുന്നു. എന്നാൽ ശലോമോന്റെ ജ്ഞാനം അവരെക്കാട്ടിലൊക്കെ ശ്രേഷ്ഠമായത് കൊണ്ട് ചുറ്റുമുള്ള ജാതികളിൽ അവൻ വളരെ പ്രബലനായി തീർന്നു. അവൻ വളരെ ഫേമസ് ആയി തീർന്നു. നാലാമതായി, അദ്ദേഹത്തിന് മുൻപോ പിൻപോ അങ്ങനെയുള്ള ജ്ഞാനികൾ ഉണ്ടായിട്ടേയില്ല.
അഞ്ചാമതായിട്ട് അദ്ദേഹം ഏകദേശം 3000 സദൃശ്യവാക്യങ്ങൾ എഴുതിയതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ 1005 ഗീതങ്ങൾ അദ്ദേഹം രചിച്ചു. വിവിധ വൃക്ഷങ്ങള്, സസ്യങ്ങള്, മൃഗങ്ങള്, ഇഴജന്തുക്കള്, മത്സ്യം എന്നിവയെ പറ്റിയിട്ട് ഒത്തിരി ജ്ഞാനമുള്ള ആളായിരുന്നു ശലോമോൻ. ഈ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ മാത്രമായിട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വരിക പതിവായിരുന്നു. അതുപോലെ തന്നെ ഭൂമിയിൽ സംഭവിക്കുന്ന സകല കാര്യങ്ങളെ പറ്റിയും ശലോമോന് പ്രത്യേക ജ്ഞാനം ഉണ്ടായിരുന്നു. ഇതേപറ്റിയാണ് നമുക്ക് സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ 10ാമതായിട്ട് ലെബനോനിൽ താൻ പണിത വനഗൃഹം അല്ലെങ്കിൽ ഹാങ്ങിങ് ഗാർഡൻ വളരെയധികം ശലോമോന്റെ ജ്ഞാനത്തെ കീർത്തിക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ ശലോമോന്റെ ജ്ഞാനത്തെ എടുത്തു കാണിക്കുന്നതായിരുന്നു വനഗൃഹം അല്ലെങ്കിൽ ഹാങ്ങിങ് ഗാർഡൻ. ഇതാണ് ശലോമോന്റെ ജ്ഞാനത്തിന്റെ പ്രത്യേകതകൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായി അദ്ദേഹത്തിന് ജ്ഞാനം കിഴക്കുള്ളവരുടെ ജ്ഞാനത്തെക്കാൾ അധികമായിരുന്നു. രണ്ടാമതായിട്ട് മിസ്രൈമിലെ മന്ത്രവാദികളെയും വിദ്വാൻമാരെക്കാട്ടിലൊക്കെ ജ്ഞാനമുള്ളവനായിരുന്നു. അതുപോലെ ഇസ്രാഹ്യനായ ഏഥാൻ, മാഹൂലിന്റെ പുത്രന്മാരായ കൽക്കോല, ഹേമാൻ, ദർദ എന്നിവരെക്കാളിലൊക്കെ ജ്ഞാനമുള്ളവരായിരുന്നു. അദ്ദേഹത്തിന് മുമ്പും പിൻപും അങ്ങനെയുള്ള ജ്ഞാനമുള്ളവർ ഉണ്ടായിട്ടേ ഇല്ല. പല ആളുകളും പല സ്ഥലങ്ങളിൽ നിന്ന്, ദൂരദേശങ്ങളിൽ നിന്ന് തന്നെ ജ്ഞാനത്തെ പറ്റി കേൾക്കുവാനും കാണുവാനും ഒക്കെ വരിക പതിവായിരുന്നു. അതുപോലെ ഭൂമിയിൽ സംഭവിക്കുന്ന എല്ലാ കാര്യത്തിനെ പറ്റും തനിക്ക് ജ്ഞാനമുണ്ടായിരുന്നു. പലതരം ഇഴജന്തുക്കള്, വൃക്ഷങ്ങള്, മരങ്ങള്, ചെടികള്, അതിനെപ്പറ്റിയൊക്കെ നല്ല ജ്ഞാനമുള്ള മനുഷ്യനായിരുന്നു ശലോമോൻ. അതുപോലെ ലെബനോനിൽ താൻ പണിത ഹാങ്ങിങ് ഗാർഡൻ അല്ലെങ്കിൽ വനഗൃഹം വളരെയധികം തന്റെ ജ്ഞാനത്തെ പ്രകീർത്തിക്കുന്നതായിരുന്നു. ഇതൊക്കെയാണ് ശലോമോന് കൊടുത്തിരുന്ന ജ്ഞാനത്തിന്റെ പ്രത്യേകതകൾ. ശലോമോന്റെ ജ്ഞാനം തെളിയിക്കുന്ന ഒരു സംഭവം ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും കഥ. ശലോമോന്റെ രാജഭരണകാലത്ത് 2 സ്ത്രീകൾ ഒരു വിഷയവുമായിട്ട് ശലോമോന്റെ മുമ്പിൽ വന്നു. അതിങ്ങനെയായിരുന്നു. 2 സ്ത്രീകൾ ഒരു കുട്ടിയുമായിട്ട് വന്നു. എന്നിട്ട് ഒരു സ്ത്രീ പറഞ്ഞു, രാജാവേ, ഞങ്ങൾക്ക് 2 പേർക്കും ഒരേപോലെ കുഞ്ഞുങ്ങളുണ്ടായി. ഇന്നലെ രാത്രി എൻ്റെ കൂടെ നിൽക്കുന്ന ഈ സ്ത്രീയുടെ മകൻ, അവള് ആ കുഞ്ഞിന്റെ ദേഹത്ത് കയറി കിടന്നതിനാൽ മരിച്ചുപോയി. എന്നാൽ രാത്രിയിൽ ഉറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞിനെ അവൾ എടുത്തുകൊണ്ട് പോയിട്ട് മരിച്ച കുഞ്ഞിനെ എൻ്റെ അടുത്ത് കൊണ്ടു കിടത്തി. ഈ മരിച്ച കുഞ്ഞ് എൻ്റെ അല്ല എന്ന് എനിക്ക് രാവിലെ ആയപ്പോൾ മനസ്സിലായി. ഞാനത് പറഞ്ഞിട്ട് അവൾ എനിക്ക് ആ കുഞ്ഞിനെ തരുന്നില്ല എന്നാണ് ഈ സ്ത്രീയുടെ പരാതി. അപ്പോൾ 2 സ്ത്രീകള് 2 പേർക്ക് മക്കളുണ്ടായിരുന്നു, ഒരേപോലെ ജനിച്ച് 2 കുഞ്ഞുങ്ങൾ. എന്നാൽ അതിലൊരു സ്ത്രീ അവരുടെ കുഞ്ഞിന്റെ പുറത്ത് കയറി കിടന്നത് കൊണ്ട് ആ കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി. ആ മരിച്ച കുഞ്ഞിനെ അവള് മറ്റവളുടെ അടുത്ത് കൊണ്ട് കിടത്തിയിട്ട് ജീവനുള്ള കുഞ്ഞിനെ തൻ്റെ ഒപ്പം കിടത്തി. അപ്പോൾ ഈ മരിച്ച കുട്ടി തൻ്റെതല്ലെന്ന് ഒരു സ്ത്രീക്ക് മനസ്സിലായപ്പോൾ അവള് ആ വിഷയമായിട്ട് രാജാവിൻ്റെ അടുത്ത് വന്നതാണ്. അപ്പൊ രാജാവ് ഇവരുടെ 2 പേരുടെയും ഭാഗങ്ങൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം രാജാവ് പറഞ്ഞു, ഈ കുഞ്ഞിനെ ഇവിടോട്ട് കിടത്തിയിട്ട് ഒരു വാള് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് രാജാവ് പറഞ്ഞു, ഈ കുഞ്ഞിനെ 2ആയിട്ട് പിളർന്ന് ഒരു ഭാഗം ഒരാൾക്കും മറ്റേ ഭാഗം വേറൊരാൾക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മ പറഞ്ഞു, രാജാവേ, എൻ്റെ കുഞ്ഞിനെ കൊല്ലരുത്, വേണമെങ്കിൽ നീ ഇവൾക്ക് ഈ കുഞ്ഞിനെ കൊടുത്തോ, പക്ഷെ എന്നാൽ എൻ്റെ കുഞ്ഞിനെ കൊല്ലരുത് എന്ന് പറഞ്ഞു. എന്നാൽ മറ്റേ സ്ത്രീ, ആ കുഞ്ഞിന്റെ മാതാവ് അല്ലാതിരുന്ന സ്ത്രീ പറഞ്ഞു, രാജാവേ, ഈ കുഞ്ഞിനെ 2ആയിട്ട് പിളർന്ന് ഞങ്ങൾക്ക് 2 പേർക്കും തരികയെന്ന്. അപ്പോൾ ഇതിലൂടെ രാജാവ് പറഞ്ഞു, രാജാവിന് മനസ്സിലായി ആരാണ് യഥാർത്ഥ അമ്മയെന്ന്. അപ്പോൾ മകനെ കൊല്ലണ്ട എന്ന് പറഞ്ഞ സ്ത്രീയായിരുന്നു യഥാർത്ഥ അമ്മ. അപ്പോൾ ഇത് രാജാവിന്റെ ജ്ഞാനത്തെ വളരെയധികം പ്രകീർത്തിക്കുന്ന ഒരു കാര്യമായിരുന്നു. പിന്നെ നമുക്കറിയാം, ഷേബാരാജ്ഞി എന്ന് പറഞ്ഞൊരു രാജ്ഞി നമ്മുടെ എത്യോപ്യയിലെ രാജ്ഞിയായിരുന്നു. ശലോമോന്റെ ജ്ഞാനത്തെ പറ്റി കേട്ടറിയുവാൻ വേണ്ടി ഷേബാരാജ്ഞി പരിവാരങ്ങളോടുകൂടി എത്യോപ്യയിൽ നിന്ന് വന്നു. കുറെ കാലം ഈ രാജാവിന്റെ രാജകൊട്ടാരത്തിൽ അവർ താമസിക്കുന്നുണ്ട്. എന്നിട്ട് രാജാവിന്റെ എല്ലാ കാര്യങ്ങളും, രാജാവ് തന്റെ പ്രജകളെ എങ്ങനെ പരിപാലനം ചെയ്യുന്നു, രാജാവ് രാജസന്നിധിയിൽ നിന്നും ദൈവാലയത്തിലേക്ക് എങ്ങനെ ആരാധനയ്ക്കായി പോകുന്നു, അതുപോലെ തൻ്റെ സന്നിധിയിലുള്ള ആളുകളുടെ യൂണിഫോം, അതേപോലെ അവരുടെ രാജാവിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റങ്ങൾ, അതൊക്കെ കണ്ട് വളരെയധികം അമ്പരന്ന് പോയ ഒരാളാണ് എത്യോപ്യയിലെ രാജ്ഞിയായ ഷേബാരാജ്ഞി. നമ്മൾ വളരെയധികം അത്ഭുതപ്പെട്ടു. ദൈവം അവന് കൊടുത്ത, അതായത് ശലോമോൻ രാജാവിന് ദൈവം കൊടുത്ത ആ ജ്ഞാനത്തിൽ അവൾ അത്ഭുതകരതയായി, അതുപോലെ തന്നെ അവനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ രാജാവ് വൺസ് ഷേബാരാജ്ഞി തിരിച്ചു പോയപ്പോൾ രാജാവിന്
അവള് രാജാവിന് എന്തൊക്കെയാണ് കൊണ്ട് കൊടുത്തതെന്ന് അറിയാമോ? തന്നെ കാണാൻ വന്നപ്പോൾ അവൾ രാജാവിന് പൊന്നും സുഗന്ധവർഗ്ഗങ്ങളും രത്നവും കൊടുത്തു. അവൾ രാജാവിന്റെ ബുദ്ധിയെ പരീക്ഷിക്കാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒന്നിനും ഉത്തരം പറയാതെ രാജാവ് ഇരുന്നില്ല. അവൾ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും രാജാവ് മറുപടി പറഞ്ഞു. അങ്ങനെ ശലോമോന്റെ ജ്ഞാനം ലോകത്തിൽ മുഴുവനും പ്രസിദ്ധമായി തീർന്നു. അപ്പോൾ ഷേബ രാജ്ഞി ഇവൻ്റെ അടുത്ത് വന്ന അവൻ്റെ ജ്ഞാനം അറിയാൻ വേണ്ടിയാണ് വന്നത്. അവൾ വന്ന് ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്, രത്നവും പൊന്നും സുഗന്ധവർഗ്ഗങ്ങളും ഒക്കെ രാജാവിന് സമർപ്പിക്കുന്നുണ്ട്. അവൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചോ അതിനെല്ലാം മറുപടി ആര് കൊടുക്കുന്നു? ശലോമോൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ രാജാവിൻ്റെ ജ്ഞാനത്തെ പറ്റി ലോകം മുഴുവനും പ്രസിദ്ധമായി തീർന്നു. അപ്പോൾ നമുക്കിവിടെ നിന്ന് പഠിക്കുവാൻ പറ്റുന്ന ഒരു പ്രായോഗിക പാഠം ഇതാണ്. നമുക്ക് ജ്ഞാനം കുറവാണെങ്കിൽ അത് ദൈവത്തോട് ചോദിക്കാം. സർവജ്ഞാനിയായ ദൈവം അത് തരുവാൻ ശക്തനാണ്. ദൈവം നിങ്ങൾ ചോദിക്കുക മാത്രം ചെയ്താൽ മതി, ദൈവം തരാൻ സന്നദ്ധമായി നിൽക്കുകയാണ്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തോട് ജ്ഞാനം അപേക്ഷിക്കുന്നവർക്ക് അവൻ അധികമായി കൊടുക്കും. അതിനനുസരിച്ച് ദൈവം നമ്മളെ നടത്തുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ തീരുമാനം ഇതായിരിക്കണം: ദൈവത്തിൽ ആശ്രയിച്ച് ഭക്തിയോടെ ജീവിച്ച് ദൈവിക ജ്ഞാനത്തിന് ഞാൻ ഉടമയായി തീരുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. എൻ്റെ സ്കൂളിലെയും വചനത്തിലെയും പാഠഭാഗങ്ങൾ നന്നായി ഞാൻ പഠിക്കുമെന്നുള്ള തീരുമാനം എടുക്കാം. നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ദൈവം നമുക്ക് ജ്ഞാനം തന്നു കഴിയുമ്പോൾ നാം അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നവരായിരിക്കണം. അല്ലാതെ നാം ദൈവം ജ്ഞാനം തരും, എല്ലാം ദൈവം തന്നെ ഫില്ല് ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ദൈവം ജ്ഞാനം തരും, പിന്നെ നിങ്ങളോട് പരിശ്രമിക്കണം, നിങ്ങളോട് പഠിക്കണം. പഠിക്കുമ്പോൾ ആ ജ്ഞാനത്തെ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ ഇരിക്കുവാനും അത് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനും ദൈവം കൃപ തരും. അപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുക കൂടി ചെയ്യുക തന്നെ വേണം. നമുക്ക് ഈ പാഠത്തിലെ വാക്യം നോക്കാം. സങ്കീർത്തനങ്ങൾ 111:11 യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്, അല്ലെ? അപ്പൊ നമുക്കിതൊന്ന് ഏറ്റു പറഞ്ഞാലോ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. സങ്കീർത്തനം 111:11. നമുക്ക് ഈ പാഠത്തിലെ ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, മാഹോലിന്റെ പുത്രന്മാർ ആരെല്ലാം? ആരൊക്കെയായിരുന്നു മാഹോലിന്റെ പുത്രന്മാർ? ഹേമാനും കൽക്കോലും ദർദയും, അല്ലെ? ഹേമാൻ, കൽക്കോൽ, ദർദ, ഇവർ 3 പേരുമായിരുന്നു മാഹോലിന്റെ പുത്രന്മാർ. ശലോമോന്റെ ജ്ഞാനത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? നമ്മൾ പറഞ്ഞു, അവന് കിഴക്കുള്ള എല്ലാവരെക്കാട്ടിലും ജ്ഞാനമുള്ളവനായിരുന്നു. മിസ്രൈമിലെ എല്ലാ മന്ത്രവാദികളെക്കാളും വിദ്വാൻമാരെക്കാളും ജ്ഞാനിയായിരുന്നു. അവന് പക്ഷികളെക്കുറിച്ച്, മൃഗങ്ങളെക്കുറിച്ച്, ഇഴജാതികളെക്കുറിച്ച്, വൃക്ഷങ്ങളെക്കുറിച്ചൊക്കെ വളരെ ജ്ഞാനമുണ്ടായിരുന്നു. പല ആളുകളും അവൻ്റെ ജ്ഞാനം അറിയാൻ വേണ്ടി അവനെ സന്ദർശിക്കുക പതിവായിരുന്നു. അതുപോലെ അവനുണ്ടാക്കിയ വനഗ്രഹം, ലെബനോനിൽ അവനുണ്ടാക്കിയ വനഗ്രഹം അവൻ്റെ ജ്ഞാനത്തെ പ്രകീർത്തിക്കുന്നതായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് മുമ്പോ പിൻപോ അങ്ങനെ ജ്ഞാനമുള്ളവർ ഉണ്ടായിരുന്നില്ല. ഏകദേശം 10 പോയിന്റ് അവിടെയുണ്ട്, നിങ്ങളത് വായിച്ചു പഠിക്കുക. ശലോമോന്റെ ജ്ഞാനം തെളിയിക്കുന്ന ഒരു സംഭവം വ്യക്തമാക്കുക. ആ 2 സ്ത്രീകളുടെ കഥ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതാണ് ശലോമോന്റെ ജ്ഞാനത്തെ വെളിവാക്കുന്ന ഒരു സംഭവം. ഷേബ രാജ്ഞി ഏത് രാജ്യത്തെ രാജ്ഞിയായിരുന്നു? ഇവിടുത്തെ രാജ്ഞിയായിരുന്നു. എത്യോപ്യയിലെ രാജ്ഞിയായിരുന്നു ഷേബ രാജ്ഞി. ഇതാണ് ഈ പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ. നന്നായി പുസ്തകം വായിക്കുക. നിങ്ങൾക്കെല്ലാം ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കുമല്ലോ, നന്നായിട്ട് വായിക്കുക, വാക്യങ്ങൾ പഠിക്കുക, ഇതിലെ ചോദ്യോത്തരങ്ങൾ വായിക്കുക, അതുപോലെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുക. പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ദൈവത്തോളം ഞങ്ങളെ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾക്ക് സൺഡേ സ്കൂൾ പാഠങ്ങൾ പഠിക്കുവാൻ ദൈവം കൃപ ചെയ്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ശലോമോന് ജ്ഞാനം കൊടുക്കുവാൻ അങ്ങേക്ക് കഴിയുമെങ്കിൽ സർവജ്ഞാനിയായ ദൈവമാണ് അങ്ങ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. ആ ജ്ഞാനം ഞങ്ങൾക്ക് തരുന്നതിനോടൊപ്പം അതിനനുസരിച്ച് കർത്താവെ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നവരായി, ദൈവത്തിനു വേണ്ടി കാര്യങ്ങളെ ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ നാമം ഞങ്ങളുടെ അങ്ങ് തരുന്ന ഈ ജ്ഞാനം മുഖാന്തരം കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുവാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.